ഞങ്ങളെ തൊട്ടാൽ കളി മാറും. ഇത് പറഞ്ഞിരിക്കുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ്. അമേരിക്ക എന്തെങ്കിലും പുതിയ സൈനിക നീക്കത്തിന് തുനിഞ്ഞാൽ അതിന് കൊടുക്കാൻ പോകുന്ന മറുപടി നിർണായകവും വിനാശകരവുമായിരിക്കുമെന്ന അരാഗ്ചിയുടെ പ്രഖ്യാപനം വാഷിംഗ്ടണിനും പെന്റഗണിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേ, പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ ദുരന്തത്തിന്റെ വക്കിലാണ്. സൂപ്പർ പവറായ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധവെളി ഇപ്പോൾ വെറും ഒരു വാക്കേറ്റമല്ല, മറുവശത്ത് ലോകത്തിന്റെ നട്ടലൊടിക്കാൻ പോകുന്ന ഒരു ഡിപ്ലോമാറ്റിക് ബ്ലോക്ക് ബസ്റ്റർ ഗെയിമായി മാറിയിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ലോക രാജ്യങ്ങൾക്ക് നൽകിയ ആ അന്തിമ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അമേരിക്ക എന്തെങ്കിലും പുതിയ സൈനിക നീക്കത്തിന് തുനിഞ്ഞാൽ അതിന് കൊടുക്കാൻ പോകുന്ന മറുപടി നിർണായകവും വിനാശകരവുമായിരിക്കും എന്നത് തന്നെ അടിവരയിടുന്നതാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ വലിച്ചടച്ചാൽ അത് നിങ്ങളുടെ കയ്യിലെ പെട്രോൾ വിലയെയും ലോക സമ്പദ് വ്യവസ്ഥയും എങ്ങനെ തകർത്ത് കളയുമെന്നറിയാമോ? മേഖലയിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയ കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലം അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ നിങ്ങൾ നിർബന്ധമായും കാണണം. പശ്ചിമേഷ്യയിൽ ഈ നിമിഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പുക അത് വെറുതെ ഉണ്ടായതല്ല. ഓഗസ്റ്റ് 1 നടന്ന ഒരു പ്രധാന നയതന്ത്ര നീക്കത്തിലാണ് കഥയുടെ വ്യാപ്തി വ്യക്തമാകുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനുമായും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറുമായും ടെലിഫോണിൽ അതീവ രഹസ്യമായ ചർച്ചകൾ നടത്തി. ഈ പ്രത്യേക ഫോൺ കോളുകളിൽ ഉയർന്നു വന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സുരക്ഷാ ആശങ്കകളായിരുന്നു. അവിടെയാണ് അവർക്ക് തെറ്റുപറ്റുന്നത്. അമേരിക്കയുടെ സമീപകാല സൈനിക നീക്കങ്ങൾ മേഖലയിലെ സമാധാനമല്ല, മറിച്ച് വൻ അസ്ഥിരതയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇറാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. ചർച്ചയിൽ അരാഗ്ചി ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു പ്രധാന കാര്യമുണ്ട്. ഇറാന്റെ ദേശീയ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും ഒരു ശക്തിക്ക് മുന്നിലും അടിയറവ് വെക്കില്ല. വിദേശ ശക്തികളുടെ ഏത് ആക്രമണത്തിനും അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. അമേരിക്ക രാഷ്ട്രീയവും സൈനികവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറുവിരൽ അനങ്ങിയാൽ പോലും അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? ഇവിടെ തീർന്നിട്ടില്ല. ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർമാർ ഇതിലും കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. അമേരിക്കയ്ക്ക് സഹായം നൽകുന്നതോ അല്ലെങ്കിൽ ഈ പോരാട്ടത്തിൽ പരോക്ഷമായി പങ്കാളികളാകുന്നതോ ആയ ഏതൊരു പ്രാദേശിക രാജ്യവും യുദ്ധത്തിന്റെ തീച്ചൂളയിൽ വേവേണ്ടി വരുമെന്നാണ് ഇറാന്റെ നേരിട്ടുള്ള ഭീഷണി. ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ പ്രധാന തർക്കങ്ങളിലേക്കും ഹോർമുസ് കടലിടുക്കിലെ മാസ്റ്റർ ഗെയിമിലേക്കും കടക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഏകപക്ഷീയമായ വെടിനിർത്തലിന് ശേഷവും അമേരിക്ക നിരന്തരം കരാറുകൾ ലംഘിക്കുന്നു എന്നാണ് ഇറാന്റെ ആരോപണം. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു ധാരണയിൽ എത്തിയിരുന്നു. എന്നാൽ അമേരിക്ക സ്വന്തം ബാധ്യതകൾ നിറവേറ്റാതെ നിയമലംഘനങ്ങൾ തുടരുകയാണെന്ന് ഇറാൻ വാദിക്കുന്നു. ഇവിടെയാണ് ഭൂപടത്തിലെ ഏറ്റവും അപകടകരമായ ആ ചരടുവലി നടക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ലോകത്തിലെ ആകെ എണ്ണക്കടത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. ഇറാൻ പറയുന്നത് അനുസരിച്ച് സമുദ്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത പാതകളിലൂടെ സഞ്ചരിക്കുന്ന ചില കപ്പലുകൾക്ക് അമേരിക്ക സൈനിക അകമ്പടി നൽകാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണ്. ഇറാൻ സായുധ സേന ഈ നീക്കങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. രാജ്യത്തിന്റെ അതിർത്തികൾക്ക് ഭീഷണിയാകുന്ന ഒരു നീക്കവും അവർ അനുവദിച്ചു കൊടുക്കില്ല. ഇതിനോടകം തന്നെ ഹോർമുസിലെ അനധികൃത കപ്പൽ നീക്കങ്ങൾ ഇറാൻ ശക്തമായ പ്രതികരണം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി മുഹമ്മദ് ബാഗർ സൊൽഗാദർ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ സമ്മർദ്ദം തുടർന്നാൽ ഹോർമുസ് കടലിടുക്കിൽ നിലവിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഞങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോക വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ക്രമാതീതമായി കുതിച്ചുയരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളിൽ ഇന്ധനവില വർദ്ധിച്ച് ആഗോള പണപ്പെരുപ്പം ആകാശമൊട്ടും. സമുദ്ര ഗതാഗതം നിലയ്ക്കുന്നത് വഴി അന്താരാഷ്ട്ര വ്യാപാരം പൂർണ്ണമായി തടസ്സപ്പെടും.
ഇതാണ് ഇറാൻ പ്രയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജിയോ പൊളിറ്റിക്കൽ ആയുധം. പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്ന ഈ പുതിയ കാർമേഘങ്ങൾ ലോകശക്തികളായ ചൈനയും റഷ്യയും യൂറോപ്യൻ യൂണിയനും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോര് രണ്ട് രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. എന്നാൽ ഈ വിഷയങ്ങളിൽ രണ്ട് പാളയങ്ങളിൽ വ്യത്യസ്ത വാദങ്ങളാണ് നിലനിൽക്കുന്നത്. ഇറാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സ്വതന്ത്ര അന്താരാഷ്ട്ര ഏജൻസികൾ ഇതുവരെ പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല. മറുഭാഗത്തെ അമേരിക്ക തങ്ങളുടെ നീക്കങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കും സഖ്യരാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയുള്ളതാണെന്ന് ന്യായീകരിക്കുന്നു. നയതന്ത്ര തലത്തിൽ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രകോപനപരമായ പ്രസ്താവനകൾ പശ്ചിമേഷ്യയെ ഒരു തിളച്ചുമറിയുന്ന പാത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അതെ, പശ്ചിമേഷ്യ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്ന് പറയാം. നയതന്ത്ര ചർച്ചകളിലൂടെ അമേരിക്കയും ഇറാനും ഈ പ്രശ്നം പരിഹരിക്കുമോ, അതോ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തെറ്റായ കണക്കുകൂട്ടൽ ലോകത്തെ വീണ്ടും ഒരു മഹാസാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമോ? വരും ദിവസങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ നിർണായകമാണ് എന്നത് തീർച്ചയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അമേരിക്കയാണോ അതോ ഇറാനാണോ ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.